തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഒരാൾക്ക് കുത്തേറ്റു മരണപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 6:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. നഗരത്തെ ഞടുക്കിയ സംഭവം തന്നെയാണത്. തൈക്കാട് ആർട്സ് കോളേജും അവിടുത്തെ ഹൈസ്കൂളും അടുത്തടുത്താണ്. ബി.എഡ് കോളേജുണ്ട് അവിടെ. ആ അരിസ്റ്റോ ജംഗ്ഷനിൽ എപ്പോഴും നല്ല തിരക്കാണ്. വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടാവും. അത് വലിയ കയ്യാങ്കളിയിലും പലർക്കും പരിക്കേൽക്കുന്ന സംഭവം നിത്യമാണ്. അവിടെയെങ്കിലും ഒരു പോലീസ് പ്രസൻസ് ഇല്ല. ആ ഭാഗത്തേക്കും പോലീസ് വരാറില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള സ്ഥലം തന്നെയാണ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ്റെയും 3 പോലീസ് സ്റ്റേഷൻ്റെയും ഏകദേശം കോർണർ ഭാഗത്ത് തന്നെയാണ് ഈ സംഭവം. തിങ്കളാഴ്ച വൈകിട്ട് അവിടെ ഫുട്ബോൾ കളിയിൽ തർക്കമുണ്ടായി. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി എത്തി. അരിസ്റ്റോ ജംഗ്ഷനിലെ ചെറുപ്പക്കാർ ഇതിനകത്ത് ഇടപെടും. കുട്ടികളുമായിട്ട് അവർ സംഘർഷത്തിലാവും. സാധാരണ പതിവാണ്. ഇന്നലെ വൈകിട്ട് കുട്ടികൾ തമ്മിൽ ഫുട്ബോൾ കളിയിലെ തർക്കമായി. അത് പരിഹരിക്കാൻ ഒരു ഭാഗം കുട്ടികൾ അലൻ എന്ന 19 വയസ്സുകാരനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി. അയാൾ തൊട്ടടുത്ത് രാജാജി നഗറിൽ താമസിക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ്. മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഇയാൾ 6 മാസമായി അമ്മയുമായിട്ട് ഇവിടെ വന്ന് താമസമാണ്. ഈ രാജാജി നഗറിലെ അലൻ്റെ സഹോദരി ആൻഡ്രിയ അലനെ വിവാഹം കഴിച്ച സ്ഥലമാണ്. ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇവൻ എപ്പോഴും വരുന്നത്. ആൻഡ്രിയ മരണപ്പെട്ടു പോയി. അത് വലിയ ദുരൂഹതയുണ്ട് ആ മരണത്തിലും. അലൻ്റെ പിതാവ് നേരത്തെ മരിച്ചു. അമ്മ ജോലിക്ക് പോവുകയാണ്. ഇവനെ വിളിച്ചു വരുത്തി തർക്കത്തിൽ ഇടപെടിച്ചു. എല്ലാ ഫുട്ബോൾ തർക്കത്തിനും പരിഹാരം ഇവനുണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കരുതുന്നത്. ഇയാളെ വിളിച്ചു വരുത്തി. അലൻ അവിടെ വന്നു. ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഒരു പയ്യനെ അലൻ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സംഘർഷമായി. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയുമായി. അലനെ തലക്കിട്ട് ഹെൽമറ്റ് വെച്ച് ഒരുത്തൻ അലനെ അടിച്ച് താഴെ വീഴ്ത്തിയ ചെമ്മ അലൻ പതുക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ആരോ ഒരാൾ അലൻ്റെ നെഞ്ചു നോക്കി കുത്തി. അത് നെഞ്ചിൻ്റെ റിബ്സുകൾക്കിടയിൽ കൂടെ പാഞ്ഞ് ഹൃദയം തുളച്ചു കയറി. വളരെ മൂർച്ചയുള്ള, വളരെ വെയിറ്റ് കുറഞ്ഞ, സ്ട്രെങ്തുള്ള ഒരു കത്തി ആരോ ഉപയോഗിച്ചിരിക്കുന്നു. നെഞ്ചു തുളച്ചകത്തോട്ട് കയറി. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന അലൻ്റെ സുഹൃത്തുക്കളായ 2 കുട്ടികൾ, അവർക്കും ചെറുപ്പക്കാരായ രാഹുലും അനൂപും, അവർ പെട്ടെന്ന് അവർ കുത്തേറ്റ അലനെ അവരുടെ ബൈക്കിൻ്റെ ഇടയ്ക്കിരുത്തി 2 പേരും ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പം തന്നെ ആൾ മരിച്ചിരിക്കുന്നു. മാരകമായ കുത്ത് നെഞ്ചു തുളച്ചു പോയിരുന്നു. അവർ ഒരു ബൈക്കിൽ ഒരാൾ ഓടിക്കുകയും അതിൻ്റെ നടുക്ക് അലനെ ഇരുത്തുകയും പിന്നീട് ഒരാൾ ഇരുന്ന് പിടിച്ചുകൊണ്ടാണ് നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പോലീസൊന്നും അവിടെ വന്നില്ല, ആംബുലൻസ് വന്നില്ല, പോലീസ് വാഹനം വന്നില്ല. 100-ൽ വിളിച്ചിട്ട് അവിടുന്ന് വാഹനം സമയത്ത് എത്തിയില്ല. ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ അടി നടക്കുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ പോലും എത്തൂല. അത് വിജനമാവും പെട്ടെന്ന്. അവിടെ അടി നടക്കുന്ന സ്ഥിരമാണ്. അതുകൊണ്ട് ഓട്ടോക്കാർ പോലും ആ വഴിക്ക് വണ്ടി ഓടിച്ചു പോവില്ല. എന്തായാലും ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ആള് മരിച്ചിരുന്നു. അപ്പം തന്നെ കാലുകൾ 2 റോട്ടിൽ കൂടെ ഒരഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പം 2 കാലും ബ്ലഡ് ഒഴുകുകയായിരുന്നു, ബ്ലീഡ് ചെയ്തു. കാരണം ആ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് അവിടം വരെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം റോഡിൻ്റെ തറയിൽ അല്ലെങ്കിൽ റോഡിൻ്റെ ഭാഗത്ത് റഫ് സർഫസിൽ കാലൊരസി ബ്ലീഡ് ചെയ്ത് ആശുപത്രി ചെന്നപ്പം നന്നായിട്ട് ബ്ലീഡ് ചെയ്തിരിക്കുന്നു. കാലൊരഞ്ഞിട്ടാണോ ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചെന്നപ്പം ബ്രോഡ് ഡെഡാണ്, മരണമടഞ്ഞിരിക്കുന്നു. ഇത് തൈക്കാട് അരിസ്റ്റോ ജംഗ്ഷനിലെ തൈക്കാട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയും ആർട്സ് കോളേജിന് മുമ്പിലും ആ ഭാഗങ്ങളിലൊക്കെ കുട്ടികളും ചെറുപ്പക്കാരും കൂടെ കയ്യാങ്കളി നടത്തുന്ന ഒരു ഏരിയയാണ്.
അതൊക്കെ അടിച്ചു ഒതുക്കേണ്ടതാണ്. ആ ഭാഗത്ത് അങ്ങനൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും ആർട്സ് കോളേജ് അത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അതിന് താഴെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ കുറച്ച് ഭാഗങ്ങൾ മ്യൂസിയം അക്കാദമിയോട് ചേർന്ന് ആർട്സ് കോളേജിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള റോഡ് തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുന്നതാണ്. എന്തായാലും പോലീസിന്റെ പ്രസൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ തിരുവനന്തപുരം സിറ്റിയിലെ പല സ്ഥലത്ത് ഇതുപോലെ സംഘർഷം ഉണ്ടാവുമ്പം അപ്പോൾ കൺട്രോൾ റൂമും അവിടുത്തെ SHOയും പോലീസുകാരും ഓടിയെത്തണം. ഞാനൊക്കെ 16 പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ SHO ആയിട്ടിരുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ. എവിടെയായാലും ആളുകൂടി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓടിയെത്തി അത് ഡിസ്പേഴ്സ് ചെയ്യും. ഇവിടെ പോലീസ് സ്റ്റേഷനിലെ SHOമാർ മന്ത്രിമാരുടെയും അവരുടെയൊക്കെ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് അത്ര നല്ലതല്ല. കാരണം തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗത്തും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ദൈനംദിനം ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. SHO പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ടാകണം. അവിടെ കോൾ വന്നാൽ ആ കോൾ എടുക്കുന്ന പോലീസുകാർ അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടിക്കാരനോ അല്ല എടുക്കേണ്ടത്, SHO തന്നെ എടുക്കണം. ഒരു ഓഫീസർ തന്നെ അത് എടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഓഫീസർ അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ ഡയറക്ഷൻ അല്ല വേണ്ടത്. SHO തൻ്റെ ഏരിയയിലെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നേരിട്ട് വന്ന് ഇടപെടണം. എങ്കിലും ഇത് ശാന്തമാകുകയുള്ളൂ. അല്ലാതെ ഒരു പാർട്ടി അവിടുന്ന് സംഘടിപ്പിച്ച് അയക്കുന്ന ജോലിയല്ല. SHOയ്ക്ക് വാഹനമുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനിൽ 2 വാഹനം വീതം ഇപ്പം തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലുണ്ട്. SHO ആ വാഹനം എടുത്ത് നേരെ സ്പോട്ടിലോട്ട് ആളെ കൊണ്ട് പോയി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നില്ല. കൊച്ചി നഗരത്തിലും കോഴിക്കോട് നഗരത്തിലും ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് പോലീസ് വർക്ക് എന്ന് പറയുന്നത്. അതിനൊന്നും ഇപ്പം ആരും തയ്യാറാകില്ല. ഭയമാണ് പോലീസിന്, കേസിനകത്ത് കുരുങ്ങുമെന്നുള്ള ആരും. അല്ലെങ്കിൽ SHO ആയിട്ട് അവിടെ ഇരിക്കാൻ പോകരുത്. ഇവിടെ സിറ്റിയിലെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അവിടെ കൺട്രോൾ റൂം വണ്ടി പോകുന്നത് നല്ലതാണ് സഹായത്തിന്. പക്ഷേ ഓരോ പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ സ്പോട്ടിൽ എത്തുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം കമ്മീഷണർ ചെയ്യണം, അല്ലെങ്കിൽ DGP ചെയ്യണം. അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ എല്ലാം തകർന്ന് തരിപ്പണമായി എന്നേ പറയാനൊക്കെ ഉള്ളൂ. കാരണം SHOമാരെ DOSPമാരും അല്ലെങ്കിൽ കമ്മീഷണറും കൺട്രോൾ ചെയ്യണം. അവരാണ് സ്പോട്ടിൽ പോകേണ്ടത്. ഓരോ ഇഷ്യൂ ഉള്ള സ്ഥലത്ത് അവർ കൈകാര്യം ചെയ്യണം. അവർക്കറിയാം കേസെടുക്കേണ്ട കേസെടുക്കാം, ഡിസ്പേഴ്സ് ചെയ്യേണ്ടത് ഡിസ്പേഴ്സ് ചെയ്യാം. അത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് അതിന് അധികാരം. അവർ സബോർഡിനേറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് അവർ നീങ്ങൂല. ഓരോ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായി അവിടെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരം SHOയ്ക്കുണ്ട്. അത് വിനിയോഗിക്കണം. തിരുവനന്തപുരം നഗരത്തിൽ പല കുട്ടികൾക്കും ഇതുപോലെയുള്ള അപകടം ഇനി വരും, അതിന് യാതൊരു സംശയമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 4 പേരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അവരുടെ കസ്റ്റഡിയിലാണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് നടന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു സംഭവം കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിൽ അന്വേഷിക്കണം. നമുക്ക് നേരത്തെ അറിയാം, വയനാട്ടിൽ ഇതുപോലെ കുട്ടികൾ സംഘർഷം ഉണ്ടായ ഒരാളെ കുത്തിക്കൊന്ന സംഭവം അറിയാം. എറണാകുളത്തുണ്ട്. പല സ്ഥലങ്ങളിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മേഖല അനുബന്ധിച്ച് ധാരാളം കുത്തുകേസുകൾ വരുന്ന, പലരും കൊല്ലപ്പെടുകയും പലർക്കും അംഗവൈകല്യം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായ നടപടി തന്നെ ആണ് വേണ്ടത്. കാരണം അലന് 19 വയസ്സേ ഉള്ളൂ. ആ പ്രകോപിതരായ ഒരു സംഘം എതിർവശത്തുണ്ടായിരുന്നു. അവരിൽ ആരോ ആണ് ഈ കത്തി കൊണ്ട് കുത്തിയത്. അതിന് തയ്യാറായിട്ടാണ് എല്ലാവരും വരുന്നത് എന്നുള്ള ആയുധങ്ങളുമായിട്ടാണ് ഫുട്ബോൾ കളിക്കാൻ വരുന്നവരൊക്കെ വരുന്നതെന്ന് അറിഞ്ഞാൽ സംഘർഷം ഉണ്ടാവും, അത് നേരിടണം എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ആ പ്രദേശത്ത് വരുന്ന കുട്ടികളെയൊക്കെ ബോഡി സെർച്ച് ചെയ്തും 2 പോലീസുകാരും മതി. അവരുടെ കൈവശം ആയുധം ഉണ്ടെങ്കിൽ കണ്ടെടുക്കണം. ഇത് സംഘർഷം ഉണ്ടായ സ്ഥലത്ത് മാരകമായ ആയുധമായിട്ടായിരുന്നു അവർ വന്നതെന്ന് കൃത്യമാണ്. അതുകൊണ്ട് DGP ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പും അടിയന്തരമായി കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടും, വിലപ്പെട്ട ജീവൻ പലർക്കും നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ രീതിയിലുള്ള
കുട്ടികളുടെ പ്രവർത്തനത്തിന് അടിയന്തരമായിട്ട് ഇടപെടണം. നമുക്ക് 2-3 ഇൻസിഡന്റ് കേരളത്തിൽ ടിപ്പിക്കലായിട്ടുണ്ട്. അതിനകത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടു, പലർക്കും പരിക്കേറ്റു. കുട്ടികളുടെ ഈ ഇടപാടിന് മുതിർന്നവരും പങ്കുചേരുന്നതായിട്ട് പലയിടത്തും കാണുന്നത്. കൂടുതൽ വിനാശകരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ നാം മനസ്സിലാക്കുന്നത്. കുട്ടികളെല്ലാം വയലൻ്റാണ് അവരുടെ മനസ്സ്. 5, 6, 7, 8 പഠിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതൊന്നും ആരും കൺട്രോൾ ചെയ്യാനില്ല. സ്കൂൾ അധികൃതർക്കും അതിനോട് യാതൊരു കൺട്രോളും ഇല്ല. ടീച്ചേഴ്സൊന്നും അതിലൊന്നും ഇടപെടത്തില്ല. എല്ലാവർക്കും രാഷ്ട്രീയ ചിന്തയുള്ളത് കൊണ്ട് അവരാരും അക്കാര്യത്തിൽ ഇടപെടത്തില്ല. കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലുള്ള ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളുടെ ഇതുപോലെയുള്ള പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. പഴയ സിസ്റ്റത്തിലോട്ട് പോകണം. അവരെ അത് ഡിസ്പേഴ്സ് ചെയ്യണം. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ TC കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞുവിടാനും സ്കൂളുകൾ അധികൃതർ തയ്യാറാകണം. കാരണം കർശനമായ നിലപാടില്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ വിലപ്പെട്ട ജീവൻ പലർക്കും നമുക്ക് നഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്.